ഈ ദിവസം ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് 10ാം ക്ലാസ്സും IT ഒക്കെ കഴിഞ്ഞതായ സേവ്യർ സാറിന് ഒരു ഡോക്ടറേറ്റ് കൊടുക്കണം. അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കൊടുക്കണം. അതുപോലെ അദ്ദേഹത്തിന് ഒപ്പം ഈ വർക്കിൽ പങ്കാളികളാകുവാനായിട്ട് സാഹചര്യം ഒരുക്കിയത് ഒരു വലിയ ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് ലൈനിൽ കടന്നു വന്ന ആളല്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് ആരോ പണ്ട് പറഞ്ഞതുപോലെ ഞാനൊരു ബിസിനസ് ലൈനിലേക്ക് വന്നു പോയതാണ്. ഞാൻ ശിവനോട് പറഞ്ഞതുപോലെ എനിക്ക് ഷുഗറുണ്ട്, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയും പറയാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇത് ഉപയോഗിച്ച് 10 ദിവസം എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുകൾ പറഞ്ഞു, എനിക്ക് വളരെ ഷുഗർ മരുന്ന് കഴിക്കാതിരിക്കുന്നത് രാവിലെ വൈകിട്ടും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് 3-4 വർഷമായിട്ട് ഞാൻ ഷുഗർ ഉള്ള ഒരാളായിരുന്നു. 456 ആയിരുന്നു. ഒരു 5 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം മരുന്ന് കഴിച്ചു തുടങ്ങി. രാവിലെ വൈകിട്ടും അത് 200-ൽ താഴെ കൊണ്ടുവന്നു. അങ്ങനെ എത്തുമ്പോഴാണ് ഡോക്ടർ സേവ്യർ എൻ്റെ അടുക്കൽ വരുന്നത്. ഞാനിത് വാങ്ങിച്ചു. ഇതും മരുന്നും 10 ദിവസം കഴിച്ചു. 11ാമത്തെ ദിവസം ഞാൻ ഡോക്ടറുടെ അടുക്കൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഷുഗർ നോർമലായല്ലോ. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഒരിക്കലും ഈ മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞത് എന്നോട് ഈ മരുന്ന് വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്. ഒരാഴ്ച മരുന്ന് കഴിക്കാതെ അതൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ 8 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിക്കാതെ ഇത് മാത്രം ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം ഷുഗർ നോർമലാണ്. അപ്പോൾ മാസത്തിൽ വല്ലപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്തോളം പറഞ്ഞു. പിന്നത്തെ മാസം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയില്ല. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അടുത്തവിടെ ഒരു ലാബിൽ പോയി. അവിടെ പോയി ഷുഗറും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. എല്ലാം നോർമലാണ്. ഇപ്പോൾ 3 മാസമായി ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ ഞാൻ ഇത് പലർക്കും കൊടുത്തു. ആ പുറത്തോരൊക്കെ മൂവാറ്റുപുഴ ഒരു സ്കൂൾ നടത്തുന്ന അവരുണ്ടായ വിദ്യാർത്ഥികളുടെ സ്കൂൾ നടത്തുന്ന എൻ്റെ സുഹൃത്തൊരു ഫാദറിന് ഞാനിത് കൊടുത്തു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കൊടുക്കുന്നവർക്കൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും മേഖലയിട്ടത്. അപ്പോൾ ആ ഫാദർ പറഞ്ഞു, ഇത് ഓർമ്മ കിട്ടിയിട്ട് എന്താണ് ഫാദർ, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പോൾ ഓർമ്മയോടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഓർമ്മയോട് കൂടി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 11,000 രൂപ ഉണ്ടാക്കി ഡബിൾ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു ബിസിനസ്സായിട്ട് വരാനിരിക്കാനാണ്. ഫാദർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പ്രയോജനപ്പെടുമെങ്കിൽ മറ്റവർക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്.